ശ്വേതാമേനോനും ഫാബുവും കൂടെ ഋഷിക്ക് ഒരു 8ൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ശ്വേതയ്ക്കും ഫാബുവിനും പവർ റൂമിൽ കയറണം. അവിടെ കിടക്കാൻ വേണ്ടിയല്ല, പക്ഷേ പവർ റൂമിൽ കയറിയേ പറ്റൂ. അതിനുള്ള സജ്ജീകരണം ഒരുക്കി കൊടുക്കണം ക്യാപ്റ്റൻ എന്ന നിലയിലാണ് പറയുന്നത്. അത് ഞങ്ങൾ ഈ ഹോട്ടലിലെ അതിഥികളാണ്, ഞങ്ങൾക്ക് ഈ ഹോട്ടൽ കാണാനുള്ള അവകാശമില്ലേ, ഞങ്ങൾക്കത് ഹോട്ടൽ വേണം, ആ റൂമിൽ കിടക്കണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം എന്നാണ് ഫാബുവും ചെയ്തയും പറയുന്നത്. അപ്പം അത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇവിടുത്തെ ജോലിക്കാരല്ലേ, അവരെന്നെ പിരിച്ചു വിട്ടാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഫാബുവും ഋഷി ചോദിക്കുന്നുണ്ട്. അപ്പം ഫാബുവും ചെയ്തയും പറയുന്നു, അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഈ ഹോട്ടലിൽ താമസിക്കാൻ വന്നു, നാളെ ഒരാളോട് ഈ ഹോട്ടൽ നല്ലതാണെന്ന് പറയണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റൂമുകളും കാണണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ റൂമിൽ കിടക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ എല്ലാ റൂമും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരാളോട് പറയാൻ പറ്റത്തുള്ളൂ ഈ ഹോട്ടൽ നല്ലതാണ്, ഈ ഹോട്ടൽ താമസിക്കാൻ നല്ലതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പവർ റൂമിനോട് നിങ്ങളുടെ ഉടമസ്ഥരോട് ചോദിച്ച് ഞങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാനുള്ള അംഗീകാരം തരണം എന്ന്, അത് എത്രയും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോട്ടലിനെ പറ്റി നല്ലതൊന്നും പറയില്ല എന്ന് പറയുന്ന നമ്മുടെ സേതയും ഫാബുവിനെയും കാണാം. ഇവരിവിടെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋഷിയെ എങ്ങനെയെങ്കിലും ഈ ഗെയിമിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് അവരിവിടെ നിർവഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫാബുവിനേക്കാൾ അല്പം കൂടെ കടുപ്പത്തിൽ തന്നെയാണ് സേത ഇപ്പം മത്സരാർത്ഥികളോടെല്ലാം പെരുമാറുന്നത്. അവരെയെല്ലാം മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ജാസ്മിനെ ഉപയോഗിച്ചു. ജാസ്മിനും റസ്മിനും തമ്മിൽ ഒരു ഫൈറ്റിലേക്ക് നീങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. പവർ ടീമിനെ എങ്ങനെയും പുറത്താക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് നമ്മുടെ സേതയും ഫാബുവും കൂടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഋഷിയെ കരുവാക്കിക്കൊണ്ടിരിക്കുന്നു. ഋഷി ആകെപ്പാടെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്.